എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ സച്ചി നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിലൊക്കെ ആകെ അപമാനിതനായിട്ടിരിക്കുകയാണല്ലോ. കുടുംബം മൊത്തം നാറിയിരിക്കുവാണ്. ആർക്കും ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം അത്രയൊക്കെ അപമാനപ്പെട്ടിട്ട് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുവാണേ. പക്ഷേ രേവതിക്ക് അപ്പോഴും സച്ചി താൻ മേടിച്ചു കൊടുത്ത കാറ് ഒരിക്കലും കള്ള കുടിച്ച് തൊടില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും ആ വീഡിയോയിൽ സച്ചിയേട്ടൻ കുടിക്കുന്നത് പോലെ കണ്ടതുകൊണ്ട് രേവതിയും ആ വീഡിയോ ഒക്കെ ആദ്യം വിശ്വസിച്ചിരുന്നു. പക്ഷെ പിന്നീട് കുറേ ആലോചിച്ച് കഴിയുമ്പോഴേക്കും രേവതിക്ക് മനസ്സിലാവുന്നുണ്ട്, സച്ചിയേട്ടൻ ഒരിക്കലും കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കില്ല, മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും സച്ചി ചെയ്യില്ല എന്നൊക്കെ രേവതി തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ തെളിയിക്കും? അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് രേവതിക്ക് ഒരു ഐഡിയ തോന്നുന്നത്. രേവതി എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ വീഡിയോയിൽ സച്ചി പോയിരുന്ന ആ ബാറിലോട്ട് രേവതി പോകുവാണ്. അതും വെളുപ്പാങ്കാലത്തെ ബാറൊന്നും തുറന്നിട്ട് പോലുമില്ല. രേവതി നേരെ ബാറിലോട്ട് പോയി അവിടെ ക്യൂ നിൽക്കുവാണ്. അപ്പം തന്നെ അവിടെ കുറേ പേരുണ്ടാവും. അവരുടെ കൂട്ടത്തിൽ രേവതിയും ക്യൂ നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ രേവതിയെ നോക്കി കമൻ്റ് അടിക്കുന്നുണ്ട്. രാവിലെ തന്നെ വന്നിരിക്കും, അവളുടെ കൈയും കാലൊക്കെ വിറക്കുന്നുണ്ടാവും കുടിക്കാനിട്ടെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിയാക്കുന്നുണ്ട്. രേവതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുവാണ്. സച്ചിയേട്ടൻ പറഞ്ഞതൊക്കെ സത്യമാണോ അതോ വീഡിയോയിലുള്ളതാണോ സത്യം എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ രേവതി അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ബാറിലെ ആൾ വന്ന് ഷട്ടറൊക്കെ തുറന്ന് അകത്ത് കയറുമ്പോൾ രേവതി അവിടെ ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് മാനേജറെ കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മാനേജറുടെ മുറി അവിടെയാണെന്ന് പറഞ്ഞു വിടുകയും. അപ്പോൾ മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് രേവതി പറയുന്നുണ്ട്, സർ എനിക്ക് 2 ദിവസം മുമ്പത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ? അല്ല, എൻ്റെ ഭർത്താവിൻ്റെ കുറച്ച് വീഡിയോസ് ഇവിടെ നിന്ന് നെറ്റിലൊക്കെ ആകെ വൈറലായിരുന്നു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓ, അത് നിങ്ങളുടെ ഭർത്താവായിരുന്നോ? നിങ്ങളുടെ ഭർത്താവ് കാരണം ഈ ബാറിനെ പോലും ഇപ്പോൾ ചീത്തപ്പേരാണ്. നിങ്ങളൊന്ന് പോയി CCTV ചെക്ക് ചെയ്യാനൊന്നും ഇവിടെ നേരമില്ല, ബാക്കിയുള്ളവന് ഒരു കൂട്ടം പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ രേവതി പ്ലീസ് സാർ പ്ലീസ് എന്ന് പറഞ്ഞ് ഒരുപാട് അപേക്ഷിക്കുകയും, സർ പ്ലീസ്, എൻ്റെ ഭർത്താവ് കുടിച്ചിട്ടില്ല, പക്ഷെ കുടിച്ചു എന്നുള്ള വ്യാജാനെയാണ് ആ വീഡിയോസ് പരന്നിരിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയി, കാറ് പോലീസ് പിടിച്ചു വെച്ചു, ലൈസൻസും കട്ട് ചെയ്യുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടുകാരും എല്ലാവരും എൻ്റെ ഭർത്താവിനെ അപമാനിക്കുകയാണ്. സർ പ്ലീസ് സാർ, എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം. സച്ചിയേട്ടൻ കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ രേവതി കരഞ്ഞോണ്ടും പറയുവാണ് മാനേജറിൻ്റെ മുമ്പിൽ. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഓ, ഇത്രയും നാൾ ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഭാര്യമാരെ, അതിൻ്റെ ഒപ്പം അതും വിശ്വസിച്ച് നടക്കുന്ന ഭാര്യമാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഭർത്താവിൻ്റെ ഒരു ഫേക്ക് വീഡിയോ പ്രചരിച്ചിട്ട് അത് വിശ്വസിക്കാതെ ഭർത്താവിനെ വിശ്വസിച്ച് ഇവിടെ വന്ന് സത്യം തെളിയിക്കാൻ നിൽക്കുന്ന ഒരു ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്നൊക്കെ ബാർ മാനേജർ രേവതിയെ പുകഴ്ത്തി പറയുന്നുണ്ട്. എന്നിട്ട് പറയും, മോളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പാവം തോന്നുന്നുണ്ട്, എന്തായാലും ഞാൻ മോളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് CCTV ഓപ്പറേറ്ററെ വിളിച്ചിട്ട് രേവതിയുടെ കൂടെ വിടുവാണ്. എന്നിട്ട് രേവതിയും അയാളും കൂടി നേരെ CCTV ക്യാമറയ്ക്കുള്ള ചെക്ക് ചെയ്യുന്ന ആ മുറിയിലൊക്കെ പോയി ചെക്ക് ചെയ്യുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, 2 ദിവസം മുമ്പ് ഒരു 12:30 ടൈമിലുള്ള ക്ലിപ്പിങ്സ് കാണിച്ചെന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും അയാൾ അതൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറയും, ദേ ഇതല്ലേ ചേച്ചിയുടെ ഭർത്താവ്, ദേ വരുന്നുണ്ടല്ലോ, ദേ കുപ്പിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അയാൾ വിശദീകരിക്കുന്നുണ്ട്. ദേ ചേട്ടൻ ഗ്ലാസ്സിൽ മദ്യമൊക്കെ ഒഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ രേവതി വിചാരിക്കും, ഈശ്വര, സച്ചി ചേട്ടൻ കുടിക്കുവാണോ, അപ്പോൾ വീഡിയോ ഒറിജിനൽ ആണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ സച്ചി അത് വേറൊരാൾക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് കാണുമ്പോൾ രേവതിക്ക് സമാധാനമാവുകയെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചേച്ചി പറഞ്ഞത് ശരിയാ, ചേട്ടൻ കുടിക്കുന്നൊന്നുമില്ല, വേറൊരാൾക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചേട്ടൻ അവിടെ വെറുതെ നിൽക്കുക, അപ്പോൾ ആ വീഡിയോ ഫേക്കാണല്ലേ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ആ വീഡിയോ ഫേക്കാണ്, കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ എൻ്റെ സച്ചിയേട്ടനെ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞ് രേവതി ഇമോഷണൽ ആവുകയാണ്. എന്നിട്ട് അയാൾ പറയും, ദേ സച്ചിയേട്ടൻ മാറിയിരുന്നത് ഭക്ഷണം ആ മിച്ചർ ടച്ചിങ്സ് ഒക്കെയാണ് തിന്നുന്നത്, അല്ലാതെ കുപ്പിയൊന്നും നോക്ക് ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യാമോ, ഞാൻ തരുന്ന നമ്പറിൽ ഈ ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും അയാൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുടെയും നമ്പറല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ നമ്പറിലോട്ടാണ് ക്ലിപ്പിങ്സ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്. രേവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ശ്രീകാന്താണല്ലോ. അങ്ങനെ ശ്രീകാന്തും രേവതിയും കൂടി നേരെ സച്ചിയുടെ കാർ ഷെഡിലോട്ട് പോകുവാണ്. അവിടെയാണെങ്കിൽ സച്ചി മഹേഷിനോട് തൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ശ്രീകാന്താണ് ആദ്യം വരുന്നത്. ശ്രീകാന്ത് ആദ്യം വന്ന് ഭയങ്കര സന്തോഷത്തിൽ സച്ചിയേട്ടനോട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അപ്പോൾ സച്ചി പറയും, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, സച്ചിയേട്ടൻ എന്ന് രേവതി ചേച്ചി എന്താ ചെയ്തതെന്നറിഞ്ഞാൽ സച്ചിയേട്ടൻ ഞെട്ടിപ്പോകും എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, രേവതി എന്ത് ചെയ്യാനാ, അവൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ല, പിന്നെ അവൾ എന്ത് ചെയ്യാനാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഇന്ന് രാവിലെ
അറിയാമില്ലേ, ബാറിൽ പോയി സച്ചിയേട്ടൻ്റെ ആ ദിവസത്തെ വീഡിയോസിൻ്റെ ക്ലിപ്സൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. ആ ക്ലിപ്പിങ്സിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി സച്ചിയേട്ടൻ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല എന്നും. രേവതി ചേച്ചിയുടെ ധൈര്യം, രേവതി ചേച്ചിക്ക് സച്ചിയേട്ടനോടുള്ള സ്നേഹം, അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് ചേട്ടാന്നൊക്കെ സച്ചിനോട് പറയുവാണ്. അപ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ രേവതിയും വരും. അപ്പോൾ രേവതിയെ കാണുന്നതും സച്ചി ഇങ്ങനെ പൊട്ടിക്കരയുവാണ്. രേവതി, നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു, നീ ബാറിലൊക്കെ പോയി ക്ലിപ്പിങ്സൊക്കെ എടുത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനെ കുറച്ച് നേരത്തേക്കെങ്കിലും ഞാൻ സംശയിച്ചില്ലേ, എന്നോട് ക്ഷമിക്ക് സച്ചിയേട്ടാന്ന് പറഞ്ഞ് രേവതിയും കരയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്നെ ആ വീഡിയോ കണ്ട എല്ലാവരും അത് വിശ്വസിക്കും, അത് വിട് രേവതി, പക്ഷേ നീ എനിക്ക് വേണ്ടി ഈ ലോകത്തിന് മുമ്പിൽ സത്യം തെളിയിക്കാൻ പെണ്ണാണെന്ന് പോലും ഓർക്കാതെ നീ ബിവറേജസിൽ പോയി വെളുപ്പാങ്കാലത്തെ ക്യൂ നിന്ന് ആ വീഡിയോസൊക്കെ എടുത്തെന്ന് പറയുമ്പോൾ നിൻ്റെ സ്നേഹം ഞാൻ എന്ത് പകരം തരും രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണേ. അപ്പോൾ ശ്രീകാന്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, സച്ചിയേട്ടാ ആ വീഡിയോ ക്ലിപ്പിങ്സിൽ ആരാ അത് ചെയ്തതെന്ന് വ്യക്തമായിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണിയെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ സച്ചിക്ക് അപ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇവനാണല്ലേ ഈ വീഡിയോസിൻ്റെ പിന്നിൽ, ഇവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി നേരെ പോകാൻ പോകുമ്പോൾ രേവതിയും ശ്രീകാന്തും കൂടി പിടിച്ചു നിർത്തും. സച്ചിയേട്ടാ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്, ആൻ്റണി ഏത് കോയിലാണോ സച്ചിയേട്ടനെ അടിച്ചത് അതിൽ തന്നെ നമുക്ക് തിരിച്ചടിക്കാം എന്നൊക്കെ പറയുവാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ ഒരു റിപ്ലൈ വീഡിയോ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കണം. ആൻ്റണി ഏതായാലും ലോകത്തിന് മുമ്പിൽ സച്ചിയേട്ടനെ മോശക്കാരനാക്കിയില്ലേ, ഇനി ആ വീഡിയോയുടെ പിന്നിലെ സത്യാവസ്ഥ അത് നമുക്ക് അതേപോലെ തന്നെ നെറ്റിലിട്ട് വൈറലാക്കി സച്ചിയേട്ടൻ്റെ ആ സത്യാവസ്ഥയുള്ള വീഡിയോ നമുക്ക് തുറന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സച്ചിയുടെ വീഡിയോ എടുക്കുവാണ്. സച്ചി അതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് തന്നെ പറയുവാണ്, നിങ്ങളൊരു വീഡിയോ കണ്ടാൽ ഒരിക്കലും അത് വിശ്വസിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് എന്ത് വീഡിയോസ് വേണമെങ്കിലും എടുക്കാം ഒരാളെ അപമാനിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട്, പക്ഷേ ആ വീഡിയോസിൻ്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങൾ ആ വീഡിയോ ഒരു കള്ളമായിരിക്കും, ആ കള്ളങ്ങൾക്ക് പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും. ഒരു വീഡിയോയും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. ഇപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കണ്ട് ഞാനൊരു മോശക്കാരനാണെന്നുള്ള രീതിയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഇന്നും മോശക്കാരനായിരിക്കും. ആ വീഡിയോസ് അതൊരു ഫേക്ക് വീഡിയോ ആണ്, അതിൻ്റെ സത്യാവസ്ഥയുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അത് കാണണം. എൻ്റെ ജീവിതം തന്നെ ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് മൊത്തം ചീത്തപ്പേരായിരിക്കുവാണ്, എൻ്റെ രേവതി കാരണമാണ് ഇന്ന് എനിക്ക് നല്ലത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു വീഡിയോ ഇടുവാണേ. ശ്രീകാന്ത് അത് പോസ്റ്റും ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ആണെങ്കിൽ മറ്റേ വീഡിയോനെക്കാളും വൈറലാവുന്നുണ്ട്. എല്ലാവരും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, കണ്ടു ഇതാണ് ഒറിജിനൽ വീഡിയോ, പാവ ആ ചെക്കൻ, നമ്മളെ വെറുതെ സംശയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കമൻ്റ് ഇടുവാണ്. അപ്പോൾ പോലീസുകാരും എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട്. സച്ചിയുടെ വീഡിയോയുടെ താഴെ എല്ലാവരും നല്ല സച്ചിക്ക് സപ്പോർട്ടായിട്ടാണ് റിപ്ലൈ കൊടുക്കുന്നത്. സോറി ചേട്ടാ, ഞങ്ങളും കുറച്ച് നേരത്തേക്ക് ചേട്ടനെ സംശയിച്ചു, ഇതുപോലുള്ള വീഡിയോസിൻ്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും, ഇങ്ങനത്തെ ഒരു ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കിയവനെയൊക്കെ പിടിച്ച് പോലീസിലിടണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻസ് ഉണ്ട്. എന്നിട്ട് സച്ചിയും രേവതിയും ശ്രീകാന്തും കൂടി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ സച്ചിയുടെ കാർ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോവാണ്. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ പോലീസുകാർ അതുവരെ മോശമായിട്ട് സംസാരിച്ചിരുന്ന സച്ചിയോട് ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കുവാണ്. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു, ഇനി നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയി ഞങ്ങൾ പോലീസുകാർക്കൊരു മോശപ്പേരുണ്ടാക്കരുത്, നിങ്ങളൊന്ന് കുടിച്ചോ എന്ന് പോലും ടെസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ആ വീഡിയോയിൽ വിശ്വസിച്ച് നേരിട്ട് നിങ്ങളുടെ വണ്ടിയൊക്കെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു, ഞങ്ങളോട് ക്ഷമിക്കണം, സോറി എന്നൊക്കെ പറയുന്നുണ്ട് പോലീസുകാർ. രേവതിക്കും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, സച്ചിയേട്ടൻ്റെ വണ്ടി ഒന്ന് കൊടുത്തിരുന്നെങ്കിലെന്ന് പറയുമ്പോഴേക്കും, എടാ സാറിൻ്റെ വണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ് പോലീസുകാർ സച്ചിക്ക് കീ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സോറിയും പറയുന്നുണ്ട്. എന്നിട്ട് രേവതി ഒരുപാട് പൊക്കുന്നുണ്ട്. ഇതുപോലൊരു ഭാര്യയെ കിട്ടിയതാണ് സാറിൻ്റെ ഭാഗ്യം. ഇവിടെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ അപ്പുറത്ത് പ്രശ്നം ഉണ്ടാക്കി വരുന്ന ഭാര്യമാർ. പക്ഷേ ഇവിടെ ഭർത്താവിനൊരു പ്രശ്നം വന്നപ്പോൾ സാറിൻ്റെ ഭാര്യ എന്തോരം സപ്പോർട്ടായിട്ടാണ് നിന്നത്. ആ വീഡിയോ വിശ്വസിക്കാതെ, ഒരു പെണ്ണാണെന്ന് പോലും ഓർക്കാതെ ധൈര്യത്തോടു കൂടി തന്നെ ആ വീഡിയോയുടെ പിന്നിൽ സത്യാവസ്ഥ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. സാറിനെ സന്തോഷിക്കാം ഇതുപോലുള്ളൊരു ഭാര്യയെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ രേവതിയെ പുകഴ്ത്തുവാണ്. അപ്പോഴേക്കും ആൻ്റണി അവിടെ വന്നിട്ടുണ്ടാവും. ഇയാളല്ലേ നിങ്ങളുടെ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇയാൾ തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ എടുത്തത്, ഇയാൾക്ക് പണ്ടേ ഞങ്ങളോട് ദേഷ്യമുണ്ട് സാർ, ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആൻ്റണി ആദ്യം തർക്കിക്കുകയും ഞാനൊന്നുമല്ല ആ വീഡിയോ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, നിൻ്റെ മുഖം സൂം ചെയ്ത CCTV ക്യാമറയിൽ ഞങ്ങൾ കണ്ടതാടാ, പിന്നെ നീ എന്തിനാടാ ഈ കള്ളം പറയുന്നതെന്ന് പറയുമ്പോൾ, സാർ ഇയാൾ കുടിക്കാത്ത ആളൊന്നും അല്ലല്ലോ, ഞാൻ നാട്ടുകാർക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ പോലീസുകാർ ചീത്ത പറയുന്നുണ്ട്. നീ നാട്ടുകാർക്ക് പലിശ കൊടുത്തിട്ട് പലിശ മേടിക്കുന്ന ആളല്ലേടാ, നീയാണോ നാട്ടുകാരുടെ നല്ലതൊക്കെ ഓർക്കുന്നതെന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞ് ആൻ്റണിയെ ചീത്ത പറയുവാണ്. രേവതിയും സച്ചിയും കൂടി കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കൊടുത്തിട്ട് നമ്മുടെ ആൻ്റണിയെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ താക്കോലും മേടിച്ചിട്ട് രേവതിയും സച്ചിയും കൂടി ശ്രീകാന്തൊക്കെ കൂടി പോകാൻ നേരത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ പുറത്തായിരുന്നെങ്കിൽ ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞാനായിരുന്നു ഈ ആൻ്റണിക്കിട്ട് 2 പൊട്ടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നതും സച്ചി ഓടിപ്പോയി ആൻ്റണിക്കിട്ട് എടുക്കുവാണേ. നല്ല ഇടിയടിക്കും. നല്ല കുറേ പോലീസ് സ്റ്റേഷനാണെന്ന് നോക്കാതെ പോലാണ് സച്ചി ആൻ്റണിയെ തല്ലുന്നത്. ലാസ്റ്റ് പോലീസുകാരൊക്കെ ഇടപെട്ടിട്ട് ആൻ്റണിയും സച്ചിയും പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയും, എൻ്റെ രേവതി പറഞ്ഞ ഞാൻ പോലീസ് സ്റ്റേഷനാണെന്നല്ല, എവിടെ വെച്ചിട്ടായാലും അവനിട്ട് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ 3 പേരും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും